വിളിച്ചിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. നീ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. അത് വേണ്ട, അവളോട് സംസാരിച്ച് കഴിഞ്ഞില്ലെങ്കിലോ. ദേ അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ അമ്മേ, എന്തായി? അമൃത വന്നിട്ട് പോയി. അവൾ എന്ത് പറഞ്ഞു എന്ന് പറ. നീ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ ഒക്കെ ഞാനങ്ങ് പറഞ്ഞു. അവളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യം നീ കള്ള ഒപ്പിട്ടതാണ്, ആ രേഖകളൊക്കെ അവക്ക് വേണമെന്നും പറഞ്ഞ് എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. നീ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ലെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനല്ല കള്ളത്തനം ചെയ്തത്, അവള് പോലും അറിയാതെ എഗ്രിമെന്റിൽ തനിയെ ഒപ്പിട്ട് പോയതാ. അതൊക്കെ വഴിയെ അറിഞ്ഞോളൂ. കാല് പിടിച്ചിട്ട് ഞാൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ അവളങ്ങ് സ്വരം മാറ്റി. കാശ് കിട്ടിയില്ലെങ്കിലും അനിയത്തിമാരുടെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അതൊന്നും നടക്കാൻ പോകുന്നില്ലമ്മേ. ഒരുത്തിയുടെയും കല്യാണം നടക്കില്ല. കല്യാണം നടന്നെങ്കിൽ നമ്മുടെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. നമുക്ക് സ്വർണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ലമ്മേ, കല്യാണം നടക്കരുത്. ഇപ്പൊ തന്നെ അഭിമന്യുമായിട്ട് അകൽച്ചയിലല്ലേ അവള്. അതുപോലെ വിവേകും ആകാശവും അകലണം. അപ്പോഴേ അവളെന്റെ കാല് പിടിക്കാൻ വരൂ. അങ്ങനെ വന്നാ നീ എന്ത് തീരുമാനിക്കും? അപ്പോഴല്ലേ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കാൻ പോകുന്നത്. ഞാനേ കലാവതിയുടെ കാല് വാരും, എന്നിട്ട് അമൃതയുടെ കൂടെ നിൽക്കും. പഞ്ചരത്നം ഇരിക്കുന്ന സ്ഥലത്തില് പണ്ടേ എനിക്ക് സുമേഷിന് നോട്ടമുള്ളതാ. അതെന്റെ കയ്യിലിരിക്കും. ഇല്ലെങ്കിൽ 2 കോടി രൂപയ്ക്ക് അവള് സമാധാനം പറയേണ്ടി വരും. ദേ സൂക്ഷിക്കണം മോളെ. നിന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ അവൾ ഇവിടുന്ന് പോയത്. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ അമ്മേ. കേസ് കൊടുത്താലേ കോടതി കയറി ഇറങ്ങി അവളുടെ ജന്മം തീരും. അല്ല, അമ്മയുടെ അടുത്തുനിന്ന് അവൾ പോയിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇപ്പൊ പോയതേ ഉള്ളൂ. അവൾ നടന്നല്ലേ പോയത്? അതെ. എന്നാ അമ്മ ഫോൺ വെച്ചോ, എനിക്ക് അവളെ നേരിട്ടൊന്ന് കാണണം. ശരി. സുമേഷേ, വണ്ടി എടുത്തോ. അവള് വീടെത്ത് മുൻപ് എനിക്കത് കാണണം. വല്ല ഓട്ടോയും പിടിച്ച് പോയിട്ടുണ്ടാവോ അവള്? അതൊന്നും ഉണ്ടാവില്ല. പഞ്ചരത്നത്തിലേക്ക് അല്പം ദൂരല്ലേ ഉള്ളൂ. നടന്ന നല്ല ശീലം അവൾക്ക്. വരുന്നു തന്റെ പഴയ കാമുകി. നേരെ ചെന്നങ്ങ് ഇടിച്ചു വീഴ്ത്തിയാലോ. കാറിന്റെ ടയർ തീരാവുന്നതേ ഉള്ളൂ അവള്. അവളെ തട്ടിയിട്ടിട്ട് ഞാൻ ജയിലിൽ പോണോന്നാണോ നീ പറയുന്നത്? അവളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കാര്യം ചെയ്യ്, കാർ അവളുടെ അടുത്തേക്ക് നിർത്ത്. ഞാനെന്ന് അവളോട് സംസാരിക്കട്ടെ. എന്റെ അമ്മയെ കണ്ട് കാല് പിടിച്ചെന്നറിഞ്ഞു. എന്താ നീ ചെന്ന് പറഞ്ഞ ഉടനെ അമ്മ എന്നെ തല്ലിക്കൊല്ലുന്നു വിചാരിച്ചോ? അതെന്റെ അമ്മയാ. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ അമ്മ പോവില്ല. അതെനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി. നിന്റെ അല്ലേ അമ്മ. നിന്നെപ്പോലെ തരംതാണ സ്വഭാവമാണെന്ന് മനസ്സിലായി. എനിക്കെന്തടി ഒരു കുഴപ്പം? എന്ത് കുഴപ്പം നിനക്ക് ഇല്ലാത്തത്? കള്ളവും ചതിയൊന്നും ഒരു യോഗ്യതയൊന്നും അല്ലല്ലോ. അമൃതേ, എന്റെ ഭാര്യയെ കുറിച്ച് നീ അനാവശ്യം പറയരുത്. സുമേഷേട്ടന് നാണക്കേടൊന്നും തോന്നില്ലേ ഇവളുടെ വാല് പോലെ ഇങ്ങനെ നടക്കാൻ? മൂക്കയറിട്ട കാളെ പോലെ. വേണ്ടാത്തത് പറഞ്ഞ അടിച്ച് ഞാൻ കർണം പോയിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.